വത്സരനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രിയതമയായ സീതാദേവിയോടും അച്ഛനോടും ബന്ധുക്കളോടും കൂടെ അയോധ്യ രാജധാനിയിങ്കൽ സുഖമാകും വണ്ണം വർത്തിക്കുന്ന കാലത്തുങ്കൽ മഹാരാജാവ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്യാനായിക്കൊണ്ട് നിശ്ചയിച്ച് അതിന് വേണ്ട സംഭാരങ്ങളെ സംഭരിച്ച് അഭിഷേകം ചെയ്യാനായിക്കൊണ്ട് ആരംഭിച്ച അവസരത്തുങ്കൽ മന്ധരയുടെ ഉപജാവചനങ്ങളെ കൊണ്ട് ദൂഷിത ഹൃദയയായ കൈകേയി അഭിഷേകം മുടക്കിയ അവസരത്തുങ്കൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തദ്വൃത്താന്തത്തെ അറിഞ്ഞ് മഹാരാജാവിൻ്റെ സമീപത്തെ പ്രാപിച്ച് അമ്മയിൽ നിന്ന് വൃത്താന്തത്തെ അറിഞ്ഞതിൻ്റെ ശേഷം അച്ഛനെയും അമ്മയെയും നമസ്കരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് സീതാദേവിയുടെ ഭവനത്തിങ്കൽ ചെന്ന് ശോകാകുലയായിരിക്കുന്ന ദേവിയെ ഓരോരോ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചതിൻ്റെ ശേഷം സീതയുടെ അനുയാനത്തെ അറിഞ്ഞതിൻ്റെ ശേഷം അവിടെ നിന്ന് അമ്മയുടെ ഭവനത്തുങ്കലേക്ക് പോകുന്ന മധ്യത്തുങ്കൽ കോപാകുലനായിരിക്കുന്ന ലക്ഷ്മണനെ ഓരോരോ അനുനയവാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് ലക്ഷ്മണനും തൻ്റെ കൂടെ പുറപ്പെടുന്നു എന്നറിഞ്ഞതിൻ്റെ ശേഷം അമ്മയുടെ ഭവനത്തുങ്കൽ വന്ന് അമ്മയെയും ഓരോ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് വനയാനത്തിനായിക്കൊണ്ട് ഉത്സാഹിച്ചും കൊണ്ട് വർത്തിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ വിനിശ്ചിതമതൗ വനമഗ്രജാതേ ശാന്തോധതേന വിപിനം സഹ ഗന്ധുകാ ജനനീമനമൽസുമിത്രാം സാപ്യശ്രുപൂർണവദന വദനം ബഭാഷേ. സൗമിത്രീ അതിൻ്റെ ശേഷം സൗമിത്രീ ലക്ഷ്മണൻ അതിൻ്റെ ശേഷം ഏതിൻ്റെ ശേഷമാണ് എന്നാണെങ്കിൽ അഗ്രജാതേ വനംഗന്ധം വിനിശ്ചിതമതൗ അഗ്രജാതൻ വനത്തെ ഗമിക്കാനായിക്കൊണ്ട് വിനിശ്ചിതമതിയായി തീർന്നു. ജ്യേഷ്ഠനായിട്ടുള്ള ആള് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം വനപ്രദേശത്തിങ്കലേക്ക് പോവാനായിക്കൊണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നാണെങ്കിൽ ഭഗവാൻ തന്നെയാണ് ഉറപ്പിച്ചത്. എന്താ വനംഗന്ധം വിനിശ്ചിതമതൗ കാട്ടിലേക്ക് പോവുക എന്നുള്ളത് ഭഗവാൻ തന്നെ ഉറപ്പിച്ചു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നാണെങ്കിൽ ദശരഥ മഹാരാജാവാണല്ലോ കൽപ്പിക്കേണ്ട ആള് അല്ലേ, ഇന്നത് ചെയ്യണം എന്ന് പുത്രനോട് നിർദ്ദേശിക്കേണ്ടതല്ലേ. മഹാരാജാവ് പറയുക കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം എന്നാണെങ്കിൽ ദശരഥ മഹാരാജാവിന്റെ സമീപത്തിങ്കൽ ചെന്നപ്പോ അദ്ദേഹം ഈ വൃത്താന്തം അറിഞ്ഞ് അതീവ ദുഃഖിതനായിട്ട് ബോധരഹിതനായിട്ട് വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് ഭഗവാനോട് പറയേണ്ടായില്ല. പിന്നെയോ അമ്മ പറഞ്ഞ് വൃത്താന്തം അറിഞ്ഞപ്പോ വിനിശ്ചിതമതൗ ഭഗവാൻ ഉറപ്പിച്ചു കാട്ടിലേക്ക് പോവുക എന്ന് ഭഗവാൻ തന്നെ നിശ്ചയിച്ചു. ആ സമയത്തെങ്കിൽ സൗമിത്രീ ലക്ഷ്മണൻ എന്താണ് എന്നാണെങ്കിൽ ശാന്തനായിട്ട് തീർന്നു. ലക്ഷ്മണൻ ശാന്തനായി എന്ന് പറയാൻ കാരണം എന്താണെങ്കിൽ അതീവ കുപിതനായിട്ട് തീർന്നു. ഈ അഭിഷേകം മുടങ്ങി എന്നങ്ങോട്ട് അറിഞ്ഞപ്പോ ലക്ഷ്മണന്റെ മനസ്സിലുണ്ടായ കോപം എത്രയാന്ന് കണക്കില്ല. എന്തെന്നില്ലാതെ കണ്ടങ്ങോട്ട് കുപിച്ചു. ആരാണോ അഭിഷേകം മുടക്കാൻ കാരണക്കാരനായിട്ടുള്ളത് ആളെ ശിക്ഷിക്കണം, അതിന് വേണ്ടതായി പകരം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ശോഭിച്ചു പുറപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആ ലക്ഷ്മണൻ ശാന്തനായിട്ട് തീർന്നു.
എന്നുവെച്ചാൽ അങ്ങനെ പോവാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ കണ്ടു. ഭഗവാൻ ലക്ഷ്മണനെ തടഞ്ഞ് സമാധാനിപ്പിച്ചു. ലക്ഷ്മണ, അരുത്, അച്ഛൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അഭിഷേകം ചെയ്യാനായിട്ടും അച്ഛനാണ് നിശ്ചയിച്ചത്. അത് വേണ്ട, ഞാൻ കാട്ടിലേക്ക് പോകണം എന്നുള്ളത് നിശ്ചയിച്ചതും അച്ഛൻ തന്നെയാണ്. രണ്ടിനും അദ്ദേഹമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. വേണമെന്ന് വയ്ക്കാനും വേണ്ടാന്ന് വയ്ക്കാനും. അതുകൊണ്ട് കോപിക്കരുത്, കൊരുത് എന്ന് ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോ ശാന്ത കോപമൊക്കെ അങ്ങോട്ടില്ലാതെ കണ്ടായിട്ട് തീർന്നു. ആരാണ് അഭിഷേകം മുടക്കിയ നിശ്ചയില്ലാതെ കണ്ടുകൊണ്ട് അടിയനും ജ്യേഷ്ഠനെ പിരിഞ്ഞിരിക്കുകയ്യ എന്ന് മാത്രല്ല ജ്യേഷ്ഠത്തെയും കൂടി പോവുണ്ട്. ഏത് നിലയ്ക്കായാലും ഞാൻ ജ്യേഷ്ഠനെ സഹായിക്കണം, അതുകൊണ്ടാണ് പോവാൻ നിശ്ചയിച്ചത് എന്ന് വൃത്താന്തം പറഞ്ഞു. ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സുമിത്ര അത്രയും മനസ്സിലാക്കിയിട്ടില്ല. എന്താ വനവാസത്തിന് രാമൻ പോവുകയാണ് കാട്ടിലേക്ക് എന്നുള്ളത് അറിയ കഴിഞ്ഞു. അഭിഷേകം മുടങ്ങി വേണ്ടാന്ന് നിശ്ചയിച്ചു എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോ ഉണ്ണിയും രാമന്റെ കൂടെ പോവുണ്ടോ? ഓ, രാമനും പോവുണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. ഉണ്ണിയും കൂടി പോവുണ്ടോ? ഈ വൃത്താന്തം അറിഞ്ഞു സൗമിത്ര. അറിഞ്ഞപ്പോ ആ സുമിത്ര വചനം ബഭാഷേ, ലക്ഷ്മണനോട് വചനത്തെ ഭാഷിച്ചു. ലക്ഷ്മണനോട് ചിലത് പറയണം എന്ന് തോന്നി സുമിത്രയ്ക്ക്. ലക്ഷ്മണ, രാമന്റെ കൂടെ പോവുകയാണല്ലേ എന്നറിഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു. എന്നാൽ എങ്ങനെ പറഞ്ഞു? പറയണത് എങ്ങനെയാ എന്നാണെങ്കിൽ അശ്രുപൂർണവദന വചനം ഭാഷേ, അശ്രുപൂർണവദനയായിട്ട് അശ്രുക്കളെ കൊണ്ട് പൂർണ്ണമായ വചനത്തോടു കൂടിയവളായിട്ട് തീർന്നു. കണ്ണുനീര് അങ്ങോട്ട് പുറപ്പെട്ടിട്ട് വചനത്തിങ്കൽ പൂർണ്ണമായി. കണ്ണില് മാത്രല്ല മുഖത്തെല്ലാ ദിക്കിലും വ്യാപിച്ചേക്കണു. എന്താ എന്നാണെങ്കിൽ അവനവന്റെ പുത്രനാണല്ലോ ലക്ഷ്മണൻ അല്ലേ, അവനും കൂടി ഇവിടുന്ന് പോണു. ആരും ഇല്ലാണ്ടാവണു ഇവിടെ. കഷ്ടേ 14 സംവത്സരം വനപ്രദേശത്തിൽ പോയി അധിവസിക്കുകയാണല്ലോ എന്നുള്ള ദുഃഖം മനസ്സിൽ തോന്നി. അന്നപ്പോ കണ്ണുനീര് പുറപ്പെടാണ്ടിരിക്കൂ. ഇത്രയും കാലം 1-2 ദിവസമൊന്നും അല്ലല്ലോ, 14 സംവത്സരല്ലേ അതിഘോരമായിട്ടുള്ള കാട്ടിൽ പോയി കഴിയേണ്ടത് അല്ലേ. ഏത് കാട്ടിലേക്കാ പോണേന്ന് നിശ്ചയമില്ല. അവിടുത്തെ അവസ്ഥ എന്താണെന്നും അറിയില്ല. രാജധാനി രാജസുഖവും അനുഭവിച്ചും കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലേ. കാട്ടിൽ പോയി കഴിയണമെന്ന് പറയുമ്പോ ദുഃഖം ഉണ്ടാവാണ്ടിരിക്കുവോ മനസ്സില്? അശ്രുപൂർണവദന, കണ്ണുനീര് അത്രയും ദുഃഖം ഉണ്ടായി. എന്നാൽ ദുഃഖം കൊണ്ട് മാത്രമാണോ കണ്ണുനീര് പുറപ്പെട്ടെ എന്നാണെങ്കിൽ അത് മാത്രല്ല. ആദ്യം ദുഃഖം തോന്നിയ മനസ്സില് പുത്രനെ പിരിഞ്ഞിരിക്കേണ്ട വരണമല്ലോ, അവനെ കാണാൻ സാധ്യമില്ലല്ലോ കുറക്കാലത്തേക്ക് എന്നുള്ള ദുഃഖം ഉണ്ടായി. എന്ന് മാത്രല്ല അത് കഴിഞ്ഞപ്പോ ഒന്നിങ്ങനെ ആലോചിച്ചപ്പോ സന്തോഷവും തോന്നി മനസ്സിൽ. എന്താ സന്തോഷം എന്നാലേ, എന്താ സന്തോഷം ഉണ്ടാവാൻ കാരണം എന്നാണെങ്കിൽ എന്താ ചെയ്യാൻ പോണത്? രാമനെ സഹായിക്കാനായിട്ട് പോണു. വനവാസത്തിനല്ല പോണത്, രാമന് വേണ്ട സഹായം ചെയ്യാനായിട്ട്. ആരും പറഞ്ഞിട്ടല്ല, ഒരാളും പറഞ്ഞിട്ട് ലക്ഷ്മണനോട് പോവാനായിട്ട്. കൈകേയി വരദാനം ആവശ്യപ്പെട്ടത് രാമൻ കാട്ടിൽ പോയി താമസിക്കണം 14 സംവത്സരം എന്നാ, വേറൊരാള് പോണമെന്നല്ല അല്ലേ. കൈകേയിയുടെ വാക്കനുസരിച്ച് മഹാരാജാവിന്റെ പ്രതിജ്ഞ സാധിക്കാനായിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോണത്. ലക്ഷ്മണൻ പോണതോ ആരും പറഞ്ഞിട്ടല്ല. എങ്ങനെയാ? സ്വയമേവ തോന്നിയിട്ടാ. തനിക്ക് പോണം തോന്നിയിട്ട് പോണതാ. എന്തിനു വേണ്ടിയിട്ട്? ജ്യേഷ്ഠനെ പരിചരിക്കാൻ. അറിഞ്ഞപ്പോ ആരും പറയണ്ട എന്ന് തോന്നുന്നുണ്ടല്ലോ. ഒരാള് പറഞ്ഞിട്ടില്ല. വേണ്ടത് ചെയ്യാൻ തോന്നണില്ലേ? ശ്രേയസ്സിനായിട്ടുള്ളത്
ഇങ്ങനെയാണ് വേണ്ടത്. ജ്യേഷ്ഠ സ്നേഹം, ജ്യേഷ്ഠനോടുള്ള സ്നേഹം അവന് വേണ്ടത് തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സുമിത്രയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. അപ്പോ പുത്രൻ സമീപത്തുനിന്ന് പോണുവല്ലോ എന്നുള്ള ദുഃഖമുണ്ട്. അവന് ആരും പറയാതെ കണ്ട് തന്നെ വേണ്ടത് ചെയ്യാൻ തോന്നണല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. രണ്ടിനും ഇതിന് രണ്ടുനീരും കണ്ണുനീരുണ്ട്. രണ്ടും സുമിത്രയുടെ മനസ്സിൽ തോന്നി. അങ്ങനെ വന്നപ്പോ കണ്ണുനീര് മുഖത്ത് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ടെന്ന്. സാഹ അശ്രുപൂർണവദന, കണ്ണുനീര് പുറപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് വചനം ബഭാഷേ, വചനത്തെ ഭാഷിച്ചു, വാക്കിനെ പറഞ്ഞു. ഈ വാക്കിനെ പറഞ്ഞു എന്ന് സാധാരണ എല്ലാവരും പറയണത് വാക്ക് തന്നെയല്ലേ. വാക്കല്ലാണ്ട് വല്ലതും പറയാൻ പറ്റുമോ? പറയണതൊക്കെ വാക്കാ അല്ലേ? ഈ വാക്കിനെ പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞത് എന്താ എന്നാണെങ്കിൽ, ഈ സുമിത്ര ഈ പറഞ്ഞ വാക്ക് സർവാത്മന ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ആരായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷ്മണനോട് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ലോകത്തിൽ ഏതൊരാൾക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അത്ര മനോഹരമായിട്ടുള്ളതാണെന്ന്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണെന്ന്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായുള്ള അവസരങ്ങളിലാണ് വാക്കിനെ പറഞ്ഞു എന്ന് പറയാ. അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞായി, അതല്ല, ഈ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. സുമിത്ര ഈ പറഞ്ഞ വാക്ക്, അതുകൊണ്ടാണ് ഇവിടെ വചനം ബഭാഷേ, വാക്കിനെ പറഞ്ഞു എന്ന് പറയാനുള്ള കാരണം. ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ രാമന്റെ കൂടെ വനവാസത്തിനായിട്ട് പോണു അല്ലേ? കാട്ടിലേക്ക് പോണു, രാമനെ സഹായിക്കാനായിട്ട് പോണു എന്നല്ലേ അല്ലേ ഉണ്ണി? എന്നാ ഒരു കാര്യം ഞാൻ നിന്നോടൊരു കാര്യം പറയണു, അത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം. എന്താ നിനക്ക് ശ്രേയസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയണത്. എന്താണ് എന്നാണെങ്കിൽ, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം, അയോധ്യാമടവിം വിദ്ധി ഗച്ഛാത യഥാ സുഖം. യഥാസുഖം ഗച്ഛ, താതൻ യഥാസുഖമാകും മണ്ണം ഗമിക്കൂ.